വയറിന് പ്രശ്നം അല്ലെങ്കിൽ കഫം, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ. ഇതിന് ഒറ്റമൂലികൾ എന്തൊക്കെയാണുള്ളത്? ഇനിയിപ്പോൾ അത് വേണമെന്നില്ല. നല്ല കോട്ടൺ തുണിയിൽ ശരിക്കും മഞ്ഞളിട്ടിട്ട് മഞ്ഞളും മറ്റേ നെയ്യും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് കത്തിച്ച് വലിച്ചാലും മതി. മനസ്സിൻ്റെ സംഘർഷം വരെ വയറ് ബാധിക്കും. ഈ കടക്ക താന്നിക്കുന്ന നെല്ലിക്ക ഒരു പ്രത്യേക ആളുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് എല്ലാം കറക്റ്റാവും, ശോധന കറക്റ്റാവും. ആരോഗ്യം ഉണ്ടാക്കലല്ല, നമ്മുടെ ശരീരത്തിനകത്തുള്ള ബലക്കുറവിനെ മാറ്റലാണ് വേണ്ടത്. വിറ്റാമിൻ D3 നമ്മളത് ശരിയാണ്. കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് പോലും വിറ്റാമിൻ ഡെഫിഷ്യൻസി വരാൻ പാടില്ല. ബോഡിയുടെ കപ്പാസിറ്റി കൂട്ടാതെ ഒരു മരുന്ന് കഴിച്ചിട്ട് വിറ്റാമിൻ D3 ഡെഫിഷ്യൻസി നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മരണം വരെ അവൻ ഗുളികയ്ക്കുന്നത്. കളരി എന്ന് പറയുമ്പോൾ മണ്ണിൽ വേണം ചെയ്യാനായിട്ട്. മണ്ണിൽ ചെയ്യുമ്പോൾ കുറേ ഗുണങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. വിദേശ രാജ്യങ്ങളിലുള്ള സാധനമാണ് ഈന്തപ്പഴം, ഈന്തപ്പഴത്തിൻ്റെ മരം, അതല്ലേ ഈന്തപ്പഴം അല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇത് വച്ച ശേഷം നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചർ നോക്കിയുണ്ടോ? കേരളത്തിനകത്തുള്ള ടെമ്പറേച്ചർ കൂടി വരാം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കഫത്തിന് എന്തെങ്കിലും ഒറ്റമൂലി പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? കൂടുതൽ ആളുകൾക്ക് എനിക്കൊന്നു വയറിന് പ്രശ്നം അല്ലെങ്കിൽ കഫം, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ. ഇതിന് ഒറ്റമൂലികൾ എന്തൊക്കെയാണുള്ളത്? നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്ന കേസ് വെച്ചാൽ നമ്മൾ ദേവദാരം മേടിക്കാൻ കിട്ടും. ദേവദാര് വാങ്ങിയിട്ടേ, ദേവദാര് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ എണ്ണമയമുള്ള ദേവദാര് വാങ്ങണം, ഉണങ്ങിയത് വാങ്ങരുത്. കാരണം ദേവദാര് മരം നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നാന്നോ എനിക്കറിയില്ല കൃത്യമായിട്ട്. നല്ല എണ്ണമയുള്ള ദേവദാര് വാങ്ങിയിട്ട് ചെറിയ ചീളാക്കിയിട്ട് കത്തിക്കുക. കത്ത് നന്നായിട്ട് പറന്ന് കത്തും. ആ സാധനം ഒന്ന് കിടത്തിയിട്ട് അപ്പോൾ നല്ല ഫ്യൂം വരും. ഈ ഫ്യൂമിനെ മണത്താൽ മതി. ശരിച്ചില്ല കഫ കൊണ്ട് ഇറങ്ങിപ്പോവും. കഫത്തിന് നല്ല ആശ്വാസം കിട്ടും. ഇനിയിപ്പോൾ അത് വേണമെന്നില്ല. നല്ല കോട്ടൺ തുണിയിൽ ശരിക്കും മഞ്ഞളിട്ടിട്ട് മഞ്ഞളും മറ്റേ നെയ്യും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് കത്തിച്ച് വലിച്ചാലും മതി. നല്ല കോട്ടൺ തുണി ആയിക്കോട്ടോ കേട്ടോ, കരി വരരുത്. അത് മതി. അത് തന്നെ വേണമെങ്കിൽ നമുക്ക് ചെറിയ അണുതൈലം മേടിക്കാൻ കിട്ടും. അത് ചെയ്താൽ വ്യത്യാസം വരും. പക്ഷെ അതൊക്കെ സൂക്ഷിക്കണം. അണുതൈലൊക്കെ ആകുമ്പോൾ അല്പം സൂക്ഷിക്കണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വയറിന് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന ആളുകൾക്ക്, ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്തെ ആഹാരശൈലിയാണ് വ്യത്യസ്തമാണ്. പെട്ടെന്ന് ഫുഡ് പോയിസണൊക്കെ അടിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവർക്കും വയറിന് പ്രശ്നങ്ങളാണ്. അതിന് ഇപ്പോൾ വയറിൻ്റെ പ്രശ്നം പറയുമ്പോൾ തന്നെ ഇന്നത്തെ ഡോക്ടർമാർ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും വയറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ വയറിനെ ശുദ്ധീകരിക്കാൻ? വയറ് ശുദ്ധീകരിക്കാൻ വലിയ വിഷയമാണ്. മനസ്സിൻ്റെ സംഘർഷം വരെ വയറ് ബാധിക്കും. ഇപ്പം ഞാൻ ഇന്ന് കഴിച്ച ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കട്ടെ, പക്ഷേ ഒരു ടെൻഷൻ കയറിയാൽ മതി, ദിവസം വയറ്റിന്ന് പോവില്ല. അപ്പോൾ വയറിൻ്റെ വിഷയം കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണോ, അത് ദഹിക്കാതെ വന്നിട്ടുള്ള വിഷയമാണോ? ദഹിക്കാതെ വന്നാലും വയറ്റിന്ന് പോവില്ലായിരിക്കും. കൂടുതലായാലും വിഷയമാണ്, ദഹനം കൂടുതലായാലും വിഷയമാണ്. ഇനിയും കഴിച്ച ഉടനെ തന്നെ സ്ട്രെസ് ഉണ്ടെങ്കിലും അതും വിഷയമാണ്. അപ്പോൾ ഇത്രയും കേസ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. സാധാരണ നോർമലി പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ത്രിഫല ചൂർണം, ബൃഹത് ത്രിഫലയൊക്കെയാണ് നന്നായിരിക്കും. അതിൽ ഇരട്ടി മധുരമൊക്കെ ഉണ്ട്. കാരണം പുരുഷന്മാർ നിത്യേന കഴിക്കുമ്പോൾ വാജീകരണത്തിനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനതൊരു കണ്ടിട്ടില്ല. കൃത്യമായ രീതിയിൽ ത്രിഫല കഴിച്ചു കഴിഞ്ഞാൽ നല്ല മുഖത്തൊക്കെ നല്ല ഗ്ലോ വരും. സാധാരണ ആൾക്കാർ പറയുമ്പോൾ ത്രിഫല കഴിക്കാൻ പറയാറില്ല. ത്രിഫല എന്ന് പറയുമ്പോൾ അത് എന്താണ് യഥാർത്ഥത്തിൽ? അത് 3 ഐറ്റമാണ് ത്രിഫല. കടുക്ക, താന്നിക്ക, നെല്ലിക്ക എന്ന പോലെ 3 ഐറ്റമാണ്. ഞാൻ പ്രൊമോട്ട് ചെയ്തതിന് കാരണം വെച്ചാൽ മാർക്കറ്റിൽ കിട്ടുന്ന ത്രിഫല എല്ലാം സെയിമാണ്. കടുക്ക 1, താന്നിക്ക 2, നെല്ലിക്ക 4 ചേർക്കണം എന്നറിയാം. അത് കണ്ണിൻ്റെ രോഗങ്ങൾക്ക് ഏറ്റവും സൂപ്പർ സാധനം അങ്ങനെ ചേർക്കുന്നതാണ്. ഉദരശുദ്ധിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നല്ലത്. കടുക്ക എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഉണ്ടാകുന്ന സപ്തധാതു, കഴിക്കുന്ന ഭക്ഷണം സപ്തധാതുവായിട്ട് പ്രാണനായിട്ട് മാറുന്ന സമയത്ത് ആ ബീജം പുറത്തു പോകാതെ അതിനൊക്കെ സസ്റ്റെയിൻ ചെയ്ത് ഓജസ് ഉണ്ടാക്കുന്ന സാധനമാണ് ശരിക്കും കടുക്ക. നെല്ലിക്ക അതുപോലെ തന്നെയാണ്. നമുക്ക് എലമെൻറ്റ്സ് കുറേ ബോഡിക്ക് വരും. ഉദാഹരണമായിട്ട് നമ്മുടെ ഈ അയൺ കണ്ടൻറ്റൊക്കെ ഒത്തിരി വരും. അപ്പോൾ ബോഡി ഈ കടുക്ക താന്നിക്കുന്ന നെല്ലിക്ക ഒരു പ്രത്യേക ആളുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് എല്ലാം കറക്റ്റാവും, ശോധന കറക്റ്റാവും. സാധാരണ ആൾക്കാർക്ക് അത് മതി, ത്രിഫല മതി. അങ്ങനെയാണെങ്കിൽ വയറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ കുറേയൊക്കെ മാറും. പക്ഷെ ചിലത് നിൽക്കില്ല. നിൽക്കാത്തതിന് കാരണം മനസ്സുകൂടി ഒരു സംഭവമാണ്. ചികിത്സ ചെയ്യുമ്പോൾ അതുകൂടി കൺസെപ്റ്റ് ചെയ്യണം. മനസ്സിൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് വയറിനെ ബാധിക്കും. എന്ന് വെച്ചാൽ 2-3 കേസ് വെച്ചാൽ നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ ഫിസിക്കലി കാണുന്ന അസുഖമല്ല മാറണേ. ഇപ്പോൾ ഉദാഹരണത്തിന് തലവേദനയുണ്ട്. മാഷ് നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ തലവേദന വരാം. മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ തലവേദന. കഫം കൂടിയ
തലവേദന വരാം. ശരി. ടെൻഷൻ അടിച്ചാൽ തലവേദന വരാം. ശരി. വയറ്റിൽ നിന്ന് പോയില്ലെങ്കിലോ? തലവേദന വരാം. അപ്പോൾ ഒരു തലവേദനയ്ക്ക് വന്ന ആളെടുത്ത് ഞാൻ പറയാണ്, ഒരു ബാം പറ്റിയോളം പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച ആളെ തലവേദന മാറുമോ? ഇല്ല. പണ്ട് കാലത്ത് എന്തിൽ ഈ ചൂട് കൊണ്ടൊക്കെ വരുന്ന തലവേദനയൊക്കെയാണെങ്കിൽ മച്ചിങ്ങ അടിച്ചിടും, അത് മതി. അത് വയറ്റിൽ അടിച്ചിടും. അപ്പോൾ ആ തണുപ്പ് കൊണ്ട് മോശം പോകും, അപ്പോഴും തലവേദന പറയും. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു അസുഖം വന്നത്. ഒരു അസുഖത്തിന് ഒരു മരുന്നല്ല, 100,000 മരുന്നുണ്ട്. അതുകൊണ്ടാണ് ആയുർവേദം ഇത്രയും വാസ്റ്റ് ആവുന്ന കാരണം. ഒരു മരുന്നിന്, ഒരു അസുഖത്തിന് പല മരുന്നുകൾ, അത് പല മരുന്നുകൾ പല ആളുകൾക്ക്. നടുവേണ്ടി വന്ന ഒരാൾക്ക് 2 വരുന്നുണ്ടെങ്കിൽ 10 വരുന്നുണ്ടെങ്കിൽ ഒരു മരുന്നല്ല, 10 മരുന്നാണ്. അത് അവൻ്റെ സമയം, അവൻ്റെ പ്രായം, അവൻ്റെ ടെൻഷൻ, അവൻ്റെ മാനസിക സമ്മർദ്ദങ്ങൾ, അവൻ്റെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ബലങ്ങൾ, ഈ മാംസങ്ങളുടെ കട്ടികൾ, അതിൻ്റെ സ്ട്രെങ്ത്ത്, മജ്ജക കുറവുകൾ, മറ്റുള്ള കേസുകൾ നോക്കിയിട്ടാണ് മരുന്ന് കൊടുക്കുക. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരാൾക്കും ഒരു മരുന്ന് കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല. മരുന്ന് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡറി മരുന്ന് ഉപയോഗിക്കൽ വളരെ കുറവാണ്. കൊടുക്കാറുണ്ട്. ഇപ്പോൾ രാസനാഥ കഷായം തന്നെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അമൃതോത്രം കഷായം കൊടുക്കുമ്പോൾ ചുക്ക് ചിറ്റമൃത് കടുക്കാത്തതുകൊണ്ട് 3 ഐറ്റങ്ങളുള്ളൂ. ഇതിൽ മാറ്റം വരുത്തും. ആളുടെ ഇത് കഴിച്ച് കഴിയുമ്പോൾ, നമ്മുടെ ചുക്ക് ചിറ്റമൃത് കടുക്കാത്തതുകൊണ്ട് കഴിച്ച് കഴിയുമ്പോൾ ഈ ശിരസിലുള്ള കഫങ്ങളൊക്കെ വലിച്ചാണ്ട് പോകും, ക്ലെൻസ് ആവും. അപ്പോൾ അതെല്ലാവർക്കും ഒരുപോലെയല്ല. അപ്പോൾ നമ്മൾ ചിലർക്ക് അമൃതം ചിറ്റമൃത് കൂട്ടും, ചിലർക്ക് ഈ ചിറ്റമൃത് തന്നെ രാത്രി പൗർണമിയുള്ള സമയത്ത് അശോകചത്തിയുടെ ഉള്ളിൽ കൊണ്ടുപോയി ചുറ്റിയിടും, എന്നിട്ട് അതെടുക്കും. അപ്പോൾ ചില ആൾക്ക് ഇതുള്ള സമയത്ത് ഈ മുല്ലപ്പൂ പൂർണ്ണചന്ദ്രനുള്ള ദിവസം ഇതിൻ്റെ മുകളിൽ മുല്ലപ്പൂ വയ്ക്കും, അതിൻ്റെ പിറ്റേ ദിവസം എടുക്കും, എന്നിട്ട് കൊടുക്കും. ചില ആളുകൾക്ക് അമൃതവള്ളി കാല് കെട്ടാൻ കൊടുക്കും, എന്നിട്ട് അതുകൊണ്ടാക്കാൻ പറയും. അപ്പോഴും മാറ്റായില്ലേ? അപ്പോൾ ഇതൊക്കെ ഓരോ ലക്ഷണം അനുസരിച്ചാണ് നമുക്കങ്ങനെ പറയാൻ പറ്റുക. അത് ഒന്നിനും ഒരു മരുന്നല്ല, അതാണ് എൻ്റെ വിഷയം. ഇന്ന് നമ്മൾ ഒരു പാരസെറ്റമോൾ പറഞ്ഞാൽ തലവേദനയ്ക്കും പനിക്കൊക്കെ അത് മതി. ഇന്ന് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് കഷായങ്ങൾ കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ കൊടുക്കാൻ കഴിയുമോ? പറ്റില്ല. ആരോഗ്യം ഉണ്ടാക്കലല്ല, നമ്മുടെ ശരീരത്തിനകത്തുള്ള ബലക്കുറവിനെ മാറ്റലാണ് വേണ്ടത്. ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നും ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. എൻ്റെ ശരീരത്തിനകത്ത് എന്തിൻ്റെ കുറവാണോ അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുന്നത്. റെക്ടിഫൈ ചെയ്യുമ്പോൾ അത് കറക്റ്റായിക്കോളും. ഞാൻ ഇപ്പോൾ എൻ്റെ ശരീരത്തിനകത്ത് കാൽഷ്യം ഡെപ്പോസിറ്റ് കുറവാണ്, ഞാൻ ആരോഗ്യം ഉണ്ടാവാനുള്ള മരുന്ന് കഴിച്ചു നോക്കിയിട്ട് അത് ആരോഗ്യം ഉണ്ടാവുക, പക്ഷെ ഇത് കുറയില്ല. ഇതിനെ കറക്റ്റ് ചെയ്യാൻ സാധനം ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആരോഗ്യം ഉണ്ടാവുക ചെയ്യാം. ഇപ്പോൾ സാധാരണ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുഴപ്പം, അല്ലെങ്കിൽ ഒമേഗ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറവാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം മരുന്നുകളൊക്കെ ഉണ്ടോ ആയുർവേദത്തിൽ? ഇഷ്ടമായ മരുന്നുകളുണ്ട്. ഈ വിറ്റാമിൻ D3 അങ്ങനെ ശരിയാണ്. കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് പോലും വിറ്റാമിൻ ഡെഫിഷ്യൻസി വരാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ കൺട്രികളിലൊക്കെ വസിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും, അതെ, നമുക്ക് വരാൻ പാടില്ല. ഇപ്പം ഞാനും അങ്ങും ഒരേപോലെ ഭക്ഷണം കഴിക്കണം, ഒരേപോലെ പുറത്തിറങ്ങണം. ഇവിടെ ഈ നാട്ടിൽ നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് സൂര്യപ്രകാശം റിഫ്ലക്റ്റ് അടിച്ചാൽ മതി, എന്നിട്ടും D3 കുറയണം. എന്തുകൊണ്ടായിരിക്കും? D3യെ സൂര്യനിൽ നിന്ന് കിട്ടാനുള്ള നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റി ഇല്ല, ശരിയല്ലേ? അതെ. അല്ലെങ്കിൽ എൻ്റെ ബോഡി D3 എടുക്കുന്നില്ല, സൂര്യനിൽ നിന്ന് സാധനം എടുക്കുന്നില്ല. അതിന് കാരണം എന്താ? D3 ഡെഫിഷ്യൻസി വരുന്നവർക്ക് തീർച്ചയായിട്ടും മറ്റുള്ള ഒരു സാധനം കൂടുതലായിരിക്കും. ചിലപ്പോൾ കാൽഷ്യം ആയിരിക്കാം, ചിലപ്പോൾ അയൺ കണ്ടൻ്റ് ആയിരിക്കാം. ഈ സാധനം കൂടി നിൽക്കുമ്പോഴാണ് ഇവനെ അബ്സോർവ് ചെയ്യാത്തത്. നമ്മൾ കേവലം ഒരു ഗുളിക മീൻ ഗുളിക കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ omega-3 കഴിച്ചുകൊണ്ടൊന്നും അപ്പോൾ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഈ എടുക്കാനുള്ള ബോഡിയുടെ കപ്പാസിറ്റി കൂട്ടാതെ ഒരു മരുന്ന് കഴിച്ചിട്ട് വിറ്റാമിൻ D3 ഡെഫിഷ്യൻസി നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മരണം വരെ അവൻ ഗുളിക കഴിക്കേണ്ടി വരും. എൻ്റെ കാലിൽ മുടന്നുണ്ടെങ്കിൽ മുടന്നുണ്ടെങ്കിൽ ഞാൻ വാക്കർ ഉപയോഗിച്ച് നോക്കിട്ടെ, ആ വാക്കർ മാറ്റി ഞാൻ എൻ്റെ കാലുകൊണ്ട് നടക്കുമ്പോഴാണ് ഞാനാവുള്ളൂ. അതെ. അല്ലെങ്കിൽ മരണം വരെ ആ വാക്കർ എൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ ബോഡിക്കകത്തുള്ള ആ വിറ്റാമിനെ എടുക്കാനുള്ള കപ്പാസിറ്റി
ഉണ്ടാക്കിയെടുക്കാത്തോടത്തോളം കാലം ആ ഡെഫിഷ്യൻസി കാണിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഉണ്ടാക്കേണ്ടത് അതാണ്. അതെ. അതിന് ഉണ്ടാക്കാനുള്ള രീതികളുണ്ട്. കളരി ക്ലാസ്സിൽ കുറേ രീതികളുണ്ട്. എണ്ണ തേച്ചുകൊണ്ടുള്ള കുളികൾ, അതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് പണ്ടത്തെ കാലത്ത്. അത് ആർക്കും അറിയാത്തതാണ്. എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാലും കുറേ പ്രശ്നം വ്യത്യാസം വരും. പിന്നെ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യാനുള്ള കുറേ സാധനങ്ങൾ എണ്ണയ്ക്കകത്തുണ്ടല്ലോ. അപ്പോൾ ഏത് എണ്ണ തേക്കണം? കളരിക്കകത്ത് കളരി മുക്കൂട്ടെന്ന് പറയും. അപ്പോൾ കളരിക്കകത്തൊരു ആൾ കയറി കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കളരി ക്ലാസ്സിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. വലിയ സങ്കടമാണ് എനിക്ക്. കാരണം കളരി എന്ന് പറയുമ്പോൾ മണ്ണിൽ വേണം ചെയ്യാനായിട്ട്. മണ്ണിൽ ചെയ്യുമ്പോൾ കുറേ ഗുണങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ തേച്ച് ആ കുട്ടിയുടെ അകത്തുനിന്ന് വേർപ്പ് പുറത്ത് വരുമ്പോൾ ഒരു സുഖമുണ്ടാവും. അത് കളരിയിൽ ചെയ്യുന്ന കളരി മുക്കൂട്ടാണ്. അതിൽ കോലർക്ക് കേട്ടോ, കോലർക്ക് സാധനമൊക്കെ വെച്ചാൽ ശരിക്കും 4 തരം പാലുണ്ടായിരുന്നു. 4 തരം പാല് കോലർക്കൊക്കെ കഷായം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബോഡിയുടെ സ്റ്റാമിന കൊണ്ട് കൂടും. ബോഡി ഭയങ്കര അഴകാവും. ജിമ്മിൽ പോകണമുള്ള അഴകല്ല ഉദ്ദേശിച്ചത്, ഒരു മെയ്യഴക് അതുണ്ടാവും. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ബോഡിയുടെ ഈ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ വരും. പ്രകൃതിയോട് ഇണങ്ങാൻ തുടങ്ങും. അപ്പോൾ ഈ സൂര്യൻ്റെ ഊർജ്ജങ്ങൾ പുള്ളി എടുക്കും. നമ്മൾ ചില കേസുകൾ ഭൂമിക്ക് പ്രകൃതിക്ക് റെസിസ്റ്റ് ചെയ്തിട്ടാണ് ഇതൊന്നും അബ്സോർബ് ചെയ്യാത്തത്. നേരത്തെ പറഞ്ഞ പോലെയുള്ള വീടിൻ്റെ അകത്ത് ചെടി വയ്ക്കുന്ന രീതികൾ, നമ്മുടെ വാസ്തു വിധി പ്രകാരം വീടിൻ്റെ അകത്ത് ചെടി വയ്ക്കാൻ പറയണില്ല, വീടിന് പുറത്ത് ചെടി വയ്ക്കാൻ പറയണേ. രണ്ടാമത്തെ കേസ് ബോൺസായി മരങ്ങൾ. വലുതായി പോകേണ്ട മരത്തെ പിടിച്ച് നമ്മൾ കുള്ളനാക്കണം, നമ്മളും കുള്ളനാവും. വിത്തില്ലാത്ത മരങ്ങൾ, വിത്തില്ലാത്ത ഫ്രൂട്ട്സ്, കുട്ടികളാവില്ല. ഒരു പ്രായം കഴിയുമ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികളാവണം, പെൺകുട്ടികൾ ആൺകുട്ടികളാവണം. പക്ഷേ അതിൻ്റെ അകത്ത് തേയ്മാനം വന്നു. ഇതിനൊക്കെ കാരണം ഇതാണ്. ഒരു കാലത്ത് നമ്മൾ വിത്ത് കിട്ടായിരുന്നു, ഇത് നടാനായിട്ട് പാടത്ത് വിതയ്ക്കാനായിട്ട് വിത്ത് കിട്ടായിരുന്നു. ഇപ്പോൾ കിട്ടുന്ന വിത്ത് നമുക്ക് നട്ട് ഇതുണ്ടാവും, നെല്ലുണ്ടാവും, അരി ഉണ്ടാവും. ആ നെല്ലിന് വിത്ത് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അതിൽ ബീജമില്ല. ഇങ്ങനെയുള്ള ബീജം ഇല്ലാത്ത മരുന്ന് കഴിക്കുമ്പോഴാണ് ബോഡി പല കാര്യത്തിനും റെസിസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കുറേ കാഴ്ചപ്പാട് മാറ്റം വരുത്താനുണ്ട്. നമ്മൾ ഇപ്പോൾ അലങ്കാരത്തിന് വയ്ക്കുന്ന കുറേ ചെടികൾ ഒക്കെ മാറ്റം വരുത്തണം. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിൽ വെച്ചോ, വിദേശ രാജ്യങ്ങളിലുള്ള സാധനമാണ് ഈന്തപ്പഴം, ഈന്തപ്പഴത്തിൻ്റെ മരം അല്ലേ, ഈന്തപ്പന അല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇത് വച്ച ശേഷം നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചർ നോക്കിയുണ്ടോ? കേരളത്തിനകത്തുള്ള ടെമ്പറേച്ചർ കൂടി വരിക. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ ആ മരം ഇവിടെ വസിക്കണമെങ്കിൽ ഇവിടെ ചൂട് വേണം. ആ ചൂട് പുള്ളി അവിടെ ആകർഷിക്കും, മരങ്ങൾ ആകർഷിക്കും. ആ മരത്തിൻ്റെ എണ്ണം ഗുണമനുസരിച്ച് ഇവിടെ ചൂട് ക്ലൈമറ്റ് വരും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രകൃതിയോട് ചെയ്യുന്ന ചൂഷണമാണ്. ഇതൊന്നും ആരും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്. ഇത് മാറ്റം വരുത്തുമ്പോൾ കുറേ മാറ്റങ്ങൾ വേറെ വരും.